നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സ്ട്രക്ചർ അനാലിസിസ് 2 വരുന്നത് 5 മൊഡ്യൂളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൊഡ്യൂൾ 1ന്റെ സിലബസ് ആണിത്. ഇതിൻ്റെ അകത്ത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഏതെങ്കിലും ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചാലും മതി. ഇപ്പം അപ്രോക്സിമേറ്റ് മെത്തേഡിന് എന്തായാലും ഒരു പ്രോബ്ലം ചോദിക്കും. ബാക്കി പ്ലാസ്റ്റിക് തിയറിയിൽ നമ്മുടെ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മറ്റേ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം, അങ്ങനെയാണ് നോർമലി ചോദിച്ചു വരുന്നത്. നിങ്ങൾക്ക് മാക്സിമം ഫുള്ള് ടോപ്പിക് കവർ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തിയറി ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. എല്ലാ പോർഷനിലുള്ള തിയറി സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ പാർട്ട് ബിയിലും 5 മാർക്കിന്റെ ഒക്കെ തിയറികൾ കയറി വരും. സോ പാസ്സാകാനുള്ള നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ കുറച്ച് പ്രോബ്ലംസും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സപ്ലി വരാൻ ഭയങ്കര പാടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. ആക്ച്വലി SA2 എന്ന് പറയുന്ന സപ്ലി ഉണ്ടാവാതിരിക്കുന്ന സബ്ജക്റ്റ് ആണ്, എളുപ്പമാണ് സബ്ജക്ട്. തിയറി പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും, കാരണം കുറെ ഡെഫിനിഷൻ അങ്ങനെയൊന്നും ഇതിന്റെ അകത്ത് വരുന്നില്ല. ജസ്റ്റ് ബേസിക് പറഞ്ഞെന്നുള്ളൂ. സോ ഫസ്റ്റ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് തിയറി ആണ്. ഇൻട്രൊഡക്ഷൻ, പ്ലാസ്റ്റിക് ഹിഞ്ച് കൺസെപ്റ്റ്, പ്ലാസ്റ്റിക് മോഡുലസ്, ഷേപ്പ് ഫാക്ടർ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെന്റ്, പിന്നെ കൊളാപ്സ് മെക്കാനിസം, ദെൻ അപ്രോക്സിമേറ്റ് മെത്തേഡ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഷേപ്പ് ഫാക്ടർ വരെയുള്ള ടോപ്പിക്കുകളാണ്. ഇൻട്രൊഡക്ഷൻ, പ്ലാസ്റ്റിക് ഹിഞ്ച് കൺസെപ്റ്റ്, പ്ലാസ്റ്റിക് മോഡുലസ്, ഷേപ്പ് ഫാക്ടർ വരെ അത്ര ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് കവർ ചെയ്യും. സോ അതിനു മുന്നേ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് കിടക്കാം. പ്ലാസ്റ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്റ്റീല്, മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ ആണ്? ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകും. സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അത് ഭയങ്കരമായിട്ട് ഡക്റ്റൈൽ ആണ്. അതിന് നല്ലോണം നമുക്ക് സ്ട്രെച്ച് ചെയ്യാനോ അങ്ങനെ കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഡീഫോർമേഷൻ അതിന് അണ്ടർഗോ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ സ്ട്രെങ്ത്, നമ്മളിപ്പോൾ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പോർഷൻ വരെ ഇലാസ്റ്റിക്. സൗണ്ട് കുറച്ച് കമ്മിയാണ്. സൗണ്ട് കുറവാണോ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷനിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീലിനെ കുറിച്ചാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് അല്ലെ. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിന് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. നമ്മുടെ കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ സ്റ്റീൽ എന്ന് പറയുന്നത് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടുതലായിരിക്കും. ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലാർജ് ഡിഫോർമേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് പ്രോസസ് റിസർവ് സ്ട്രെങ്ത്, അതിന് കുറേ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ബിയോണ്ട് ദി ഇലാസ്റ്റിക് ലിമിറ്റ്, നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടും അതിന് എന്തെടുക്കാൻ പറ്റും? ലോഡ് എടുക്കാൻ പറ്റും. അതായത് പ്ലാസ്റ്റിക് ലിമിറ്റിലൊക്കെ അതിന് ലോഡ് എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചോദിക്കാനില്ല. ജസ്റ്റ് സ്റ്റീലിനെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സൈഡിൽ നിങ്ങളുടെ ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് പോകണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ചോദിക്കും. മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറ്. അപ്പൊ നമുക്കത് ഫസ്റ്റ് പഠിക്കാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മൈൽഡ് സ്റ്റീലിന്റെ അകത്തോട്ട് ലോഡ് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ കർവ് ആണ് എന്ത്? സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അത് രണ്ടും നമുക്കറിയാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ലോഡിനനുസരിച്ച് ആ സ്റ്റീലിന്റെ ഉള്ളിൽ എത്ര ഡിഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഫിഗർ എ നോക്കിക്കേ. ഫിഗർ എയിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ കാണിക്കുക, വൈ ആക്സിസിൽ സ്ട്രെസ് കാണിക്കുക. ദെൻ ഇവിടെ ഈ പ്ലോട്ട് തന്നെ ശ്രദ്ധിച്ചേ. ഇവിടെ ഇത് നമുക്ക് തൽക്കാലം O എന്ന് മാർക്ക് ചെയ്യാം. O, A, B, C, C', D, E, F ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഓരോരോ പോയിന്റ്സ് ഏതൊക്കെയാന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് എ. ഏതെങ്കിലും ആർക്കെങ്കിലും അറിയോ ഏത് പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്? നമ്മളൊരു പോയിന്റിന് ഒരു പേര് വിളിക്കും. ആ പേര് എന്താന്ന് ആർക്കെങ്കിലും അറിയോ?
ഓക്കെ, അപ്പം സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കമ്പയർഡ് ടു കോൺക്രീറ്റ്. കോൺക്രീറ്റ് ഭയങ്കര ബ്രിട്ടിൽ ആണ്, സ്റ്റീൽ എന്ന് പറയുന്നത് ഡക്റ്റൈൽ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ അണ്ടർഗോ ലാർജ് ഡിഫോർമേഷൻ ബിയോണ്ട് ദി ഇലാസ്റ്റിക് ലിമിറ്റ്. നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇഷ്ടംപോലെ ഡിഫോം ചെയ്ത് അത് പൊട്ടുന്ന വരെ അതിന് എന്തെടുക്കാൻ പറ്റും? ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സ്റ്റീലിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കുറിച്ച് പഠിക്കണം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൽഡ് സ്റ്റീലിന്റെ അകത്തോട്ട്, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റീലാണ് എന്ത്? മൈൽഡ് സ്റ്റീൽ. ആ മൈൽഡ് സ്റ്റീലിന്റെ അകത്തോട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കും? സ്ട്രെയിൻ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത്, ഡീഫോർമേഷൻ, അതൊക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച് നമ്മൾ ആ പ്ലോട്ട് ചെയ്തെടുക്കുന്നതിനാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം അതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഡയഗ്രാം ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, പെൻ എടുക്കുക, അതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ദെൻ ആരും തിയറി പോർഷൻ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. തിയറി പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്കും കിട്ടും. മാർക്ക് ഇടുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. സോ 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2.5 മാർക്കോ 2 മാർക്കോ ഒന്നും ഇട്ട് തരത്തില്ല. 3 മാർക്കും മൊത്തത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ കുറയ്ക്കാനും ഒന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് ഡെഫിനിഷൻസ് ഒക്കെയാണ് ചോദിക്കുള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് മൈൽഡ് സ്റ്റീൽ. സോ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് തന്നെ നോക്കിക്കേ, ഈ ഒരു പോർഷൻ നമുക്ക് 0 എന്ന് മാർക്ക് ചെയ്യാം. സോ 0 അല്ല, O എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് O, A, B, C, C ഡാഷ്, D, E, F. ഈ ഒരു ഡയഗ്രാം എല്ലാവരും വരച്ചേ. സ്ട്രെസ് സ്ട്രെയിന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യുക. ദെൻ ഓരോ ആ ഡയഗ്രാം വരച്ചിട്ട് ഓരോരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഓരോരോ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് 0 നമ്മുടെ ഒറിജിൻ ആണ്, O എന്ന് പറയുന്നത്. ദെൻ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന് വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ബിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് പോലെ എഴുതിയാൽ മതി. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് എഴുതി എടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അത്രയും രീതിയിൽ എഴുതാം. സോ ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, സെക്കൻഡ് പോയിന്റ് ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്. ദെൻ സി എഴുതിക്കോ. സി എന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റ്. സി എന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് സി ഡാഷ് ആണ്. സി ഡാഷ് എന്താണ്? ലോവർ ഈൽഡ് പോയിന്റ്. സി ഡാഷ് ലോവർ ഈൽഡ് പോയിന്റ്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഡാഷ് തൊട്ട് ഡി വരെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരെന്താണ്? സി ഡാഷ് തൊട്ട് ഡി വരെ പ്ലാസ്റ്റിക് ഈൽഡിംഗ്. സി ഡാഷ് തൊട്ട് ഡി വരെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ഈൽഡിംഗ്. സി ഡാഷ് ഡി പ്ലാസ്റ്റിക് ഈൽഡിംഗ്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ ഇ ഉണ്ട്. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോയിന്റാ? അൾട്ടിമേറ്റ് പോയിന്റ്. അൾട്ടിമേറ്റ്. ദെൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ബേസിക് MOSലൊക്കെ പഠിക്കുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു നോക്കാം, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ ഈൽഡ് പോയിന്റ്. സി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ഈൽഡ് പോയിന്റ്.
ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഡാഷ് ടു ഡി, ഡിക്ക് നമുക്ക് പ്രത്യേകിച്ച് പേരില്ല, സി ഡാഷ് ടു ഡി നമ്മൾ പ്ലാസ്റ്റിക് ഈൽഡിങ് നടക്കുന്ന സ്ഥലം, ഇ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്, എഫ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് പോയിന്റ്. മനസ്സിലായോ? സോ നമുക്ക് ഓരോരോ പോയിന്റ് പഠിക്കാം. സോ ഈ ഒ തൊട്ട് എ ബി, ഈ ഇത്രയും പോർഷൻ ഇല്ലേ, ഇത്രയും പോർഷനെ നമ്മൾ പറയുന്നതാണ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഏരിയ. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ എന്തോ ഒരു ലോഡ് കൊടുത്തോ കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലെ. പക്ഷെ ആ ലോഡ് നമ്മൾ തിരിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബോഡി തിരിച്ച് അതിന്റെ ഷേപ്പിലോട്ട് വരും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡിക്കകത്തോട്ട് നമ്മൾ ഒരു ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെയായെന്ന് വിചാരിക്കാം. സോ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ഡിഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫോർമേഷൻ സംഭവിച്ചു. ദെൻ നമ്മൾ ഈ ലോഡ് റിമൂവ് ചെയ്തു, ഈ ലോഡ് നമ്മൾ അതിന്റെ അകത്തുനിന്ന് മാറ്റി. അപ്പൊ ആ ബോഡി തിരിച്ച് എങ്ങനെ തന്നെ ആകും, ഈ ഒരു ഷേപ്പിലോട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയനെ, അത് എന്തോരം ലോഡ് വരെ അങ്ങനെ ബിഹേവ് ചെയ്യും, ആ ഒരു ഏരിയ അത്രയും ആ ഒരു സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ഈ ബി വരെ എന്താണ്, ഇലാസ്റ്റിക് ആണ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കാണിക്കും. അതായത് നമ്മൾ ലോഡ് കൊടുത്ത് ഡിഫോർമേഷൻ ഉണ്ടായി, ലോഡ് മാറ്റിയ ഡിഫോർമേഷൻ മാറും, അതാണ് സംഭവിക്കുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റീല് ഈൽഡ് ചെയ്യാൻ തുടങ്ങും. ഈൽഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ ബോഡിയിലോട്ട് ലോഡ് കൊടുത്തു, ആ ലോഡ് നമുക്ക് അപ്പൊ ഡിഫോർമേഷൻ സംഭവിക്കും അല്ലെ. ആ ലോഡ് ഡിഫോർമേഷൻ ആയി, ദെൻ നമ്മൾ ആ ലോഡ് തിരിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫോർമേഷൻ മാറുമോ, ഇല്ല, ഡിഫോർമേഷൻ അതുപോലെ തന്നെ നിൽക്കും. അതിനെയാണ് നമ്മൾ ഈൽഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പ്. നമ്മൾ ലോഡ് കൊടുത്തു, ബോഡിയുടെ ഷേപ്പ് എന്തായിട്ട് മാറി, ഈ ഒരു ഷേപ്പിലോട്ട് പോയി. ദെൻ നമ്മൾ അഗെയിൻ ആ ലോഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഷേപ്പ് ഇതേപോലെ തന്നെ നിൽക്കും, പഴയ സർക്കുലർ ഷേപ്പിലോട്ട് എന്താവത്തില്ല, മാറത്തില്ല. അപ്പൊ ഈ പോയിന്റ് ബി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഈൽഡിംഗ് എന്ന് പറയുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് അതിന്റെ പഴയ ഷേപ്പ് ഒരിക്കലും കിട്ടത്തില്ല, പിന്നെ അത് വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടം തൊട്ട് സംഭവിക്കുന്നതാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി. അത് മെയിൻ ആയിട്ട് എത്തുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് ഈൽഡ് സ്ട്രെസ് എന്ന കണ്ടീഷനിലോട്ട് എത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈൽഡിങ്, മൈൽഡ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൈൽഡ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ് എത്രയാണ്, FY = 250 എന്ന് പറയുന്ന ആ ഈൽഡ് സ്ട്രെസ് എന്താണ്, ആ സ്ട്രെസ് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ബോഡിക്ക് പിന്നെ അതിന്റെ തിരിച്ച പഴയ ഷേപ്പിലോട്ട് എത്തിപ്പെടാൻ ഒരിക്കലും പറ്റത്തില്ല. സോ അതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സി എന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റ്, സി ഡാഷ് എന്ന് പറയുന്നത് ലോവർ ഈൽഡ് പോയിന്റ് ആണ്. രണ്ട് ഈൽഡ് പോയിന്റ് ഉണ്ട്. നമ്മൾ അതിന്റെ അകത്ത് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ലോവർ ഈൽഡ് പോയിന്റ്. ആ ലോവർ ഈൽഡ് പോയിന്റ് ആണ് എന്ത്, 250 Nm². നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് അതിന്റെ പോയിന്റുകൾ പഠിച്ചാൽ മതി, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ളത് എഴുതിയാൽ മതി. ദെൻ അടുത്ത ഏരിയ ആണ് സി ഡാഷ് തൊട്ട് ഡി. ഈ സി ഡാഷ് തൊട്ട് ഡി വരെ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് നോക്കിയാൽ നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. സി ഡാഷ് തൊട്ട് ഡി വരെ എന്താ സംഭവിക്കണേന്ന് നോക്കിക്കേ. ഇവിടെ നമ്മുടെ സ്ട്രെയിനിന്റെ വാല്യൂ കൂടുന്നുണ്ട്, പക്ഷേ ഈ ഒരു ലൈനിന്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും അടുത്ത സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണ്, സെയിം ആണ് അല്ലെ. സ്ട്രെസ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റും സ്ട്രെയിനിന്റെ വാല്യൂ കൂടിക്കൂടിയിരിക്കുന്ന ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി. അപ്പൊ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ സ്ട്രെയിൻ വിൽ ബി ഇൻക്രീസിങ് അറ്റ് കോൺസ്റ്റന്റ് സ്ട്രെസ്. സ്ട്രെസ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റും സ്ട്രെയിനിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയനെ പറയുന്നതാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ ലോഡ് കൂട്ടിക്കൊടുക്കും. ഇതെങ്ങനെ സംഭവിക്കണം, ഇത് മൊത്തം നമ്മൾ ഓരോ സ്റ്റേജിൽ ലോഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുവാണ് അല്ലെ. അപ്പൊ വീണ്ടും നമ്മൾ ലോഡ് കൂട്ടും. അപ്പൊ ഡിയിൽ നിന്ന് ഇയിലോട്ട് എന്ത് സംഭവിക്കും, ലോഡ് കൂട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിനും കൂടും. ദെൻ പിന്നെ ഈ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, അൾട്ടിമേറ്റ്. ഇവിടെയാണ് മാക്സിമം ഇതിന്റെ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. മാക്സിമം സ്ട്രെസ് അനുഭവപ്പെടുന്ന പോയിന്റ് ആണ് എന്ത്, ഇ എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലെ. ദെൻ ഈ പോയിന്റ് ഇയിൽ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ്യൂസ് ദ സെക്ഷൻ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ്ഡ് ആവും. അതായത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ഈ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താവും, കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ അവിടെ നെക്കിങ് സംഭവിക്കും. അവിടെ എന്ത് സംഭവിക്കും, നെക്കിങ് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ദ ക്രോസ് സെക്ഷണൽ ഏരിയ സംഭവിക്കും. ദെൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത്
ബ്രേക്കിംഗ് പോയിന്റ് ആണ്. നമുക്കറിയാം ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടും, പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുക ചെയ്യുന്നത്, ഇവിടെ സ്ട്രെസ് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഈ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കുക, താഴേക്കാണ് നമ്മുടെ ലൈൻ പോകുന്നത് അല്ലേ. സോ അവിടെ സ്ട്രെസ് കുറയുകയാണ് ആൻഡ് കറസ്പോണ്ടിങ്, പക്ഷെ സ്ട്രെയിൻ എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവസാനം ഈ സാധനം പൊട്ടിപ്പോവും. അപ്പൊ അത്രയാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഇലാസ്റ്റിസിറ്റി ഏരിയ ഉണ്ട്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിസിറ്റി സംഭവിക്കും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടത്തില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ഏരിയ ആണ് സ്ട്രെയിൻ ഹാർഡനിങ്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എത്തിയിട്ട് അൾട്ടിമേറ്റ് പോയിന്റിൽ നിന്ന് ദെൻ അഗൈൻ സ്ട്രെസ് കുറഞ്ഞ് ദെൻ അത് നെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു എപ്സിലോൺ വൈ, എപ്സിലോൺ എസ് എച്ച് എന്ന് പറഞ്ഞ ടേം ഒക്കെ കാണിച്ചേക്കുന്നുണ്ടോ? അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിന് സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനും ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനും ആണ് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എപ്സിലോൺ വൈയും ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എപ്സിലോൺ എസ് എച്ചും. സ്ട്രെയിൻ ഹാർഡനിങ്ങിന്റെ എസ് എച്ച് ആണ് കേട്ടോ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഡയഗ്രാം പഠിക്കുക, ഓരോ പോയിന്റുകളുടെ പ്രത്യേകത എന്താന്ന് പഠിക്കുക. ഇതിന്റെ നോട്ട് ഞാൻ തരാം. അപ്പൊ ഇത്ര നോക്കാം. ദെൻ ലാസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിസിന് ആവശ്യമില്ല, നമ്മൾ അതിനെ ഐഡിയലൈസ് ചെയ്ത് വരയ്ക്കും. അതാണ് ഈ ലാസ്റ്റ് കാണിച്ചേക്കുന്ന ഈ കർവ്. സോ ജസ്റ്റ് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റി ആണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ അല്ലേ. നമുക്ക് ആ സ്ട്രെയിൻ ഹാർഡനിങ്ങിന്റെ ഏരിയയിലോട്ടൊന്നും പോകണ്ട, നമുക്ക് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് പഠിക്കാനുള്ളൂ. സോ നമുക്ക് എന്താണുള്ളത്, നമ്മൾ എഫ് ഐ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാർക്ക് ചെയ്തു, എപ്സിലോൺ മാർക്ക് ചെയ്തു. ദെൻ അതിന്റെ കർവ് എന്ന് പറയുന്നത് വരുന്ന ഷേപ്പാണ് ഇതേ ഷേപ്പിലാണ് വരുന്നത്. ഈ ഒരു ഷേപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി. ഐഡിയലൈസ്ഡ് കർവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കർവ് വരയ്ക്കുക. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കർവ് വരച്ചോണം. ദെൻ ഐഡിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഈ മൊത്തത്തിലുള്ള ഈ ഡയഗ്രത്തിനെ ഐഡിയലൈസ് ചെയ്ത് ഈ ഒരു രൂപത്തിലോട്ടാക്കി. ആൻഡ് ഇതിൽ ഈ ഏരിയ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി, ഈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്ട്രെയിൻ കൂടും പക്ഷെ സ്ട്രെസ് വിൽ ബി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ടോപ്പിക്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റയോണിന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കേ, വേറെ കുട്ടികളുടെ പേര് ആൻമരിയ. ആൻമരിയ ഉണ്ടോ ക്ലാസ്സില്? മനസ്സിലായി മിസ്. ഉണ്ട് മനസ്സിലായി. മനസ്സിലായോ? ആയി മിസ്, മനസ്സിലായി. ഞാൻ എല്ലാവരുടെയും പേര് പഠിച്ചു വന്നിട്ടുള്ളൂ. ആർക്കെങ്കിലും മൈക്ക് ഓഫ് ചെയ്യാട്ടോ, വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണേ. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാട്ടോ. എല്ലാവരുടെയും പേര് അറിയത്തില്ല, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നമുക്ക് ഇനി പഠിക്കാനുള്ള സാധനമാണ് ബെൻഡിങ് ഓഫ് ബീം. സോ ബെൻഡിങ് ഓഫ് ബീം പഠിക്കാം. ബെൻഡിങ് ഓഫ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുവാണ്. ആൻഡ് അതിന്റെ ബെൻഡിങ് കണ്ടീഷൻസ്, ബെൻഡിങ്ങിൽ വരുന്ന ബിഹേവിയർ, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ബെൻഡിങ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുക. ആൻഡ് അതിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് എടുക്കുന്നത്. ആൻഡ് നമുക്ക് അതിന്റെ എന്ത് മാർക്ക് ചെയ്യാം, ന്യൂട്രൽ ആക്സിസ് മാർക്ക് ചെയ്യാം. ഇതല്ലേ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, നമുക്ക് ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ ഡയഗ്രാം വരച്ചു പോകണം കേട്ടോ. സോ ന്യൂട്രൽ ആക്സിസ് മാർക്ക് ചെയ്യാം.
ന്യൂട്രൽ ആക്സിസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ടെൻഷൻ ഉണ്ടാവത്തില്ല, കംപ്രഷൻ ഉണ്ടാവത്തില്ല. അവിടുത്തെ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 0. സോ ഈ പോയിന്റ് നമുക്കറിയാം, നമുക്ക് എംഒഎസിലൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ സ്ട്രെസ് ഡയഗ്രാം ആണ് പഠിക്കാനുള്ളത്. സ്ട്രെസ് ഡയഗ്രാം, സ്ട്രെയിൻ അല്ല, സ്ട്രെസ്. സോ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു റെക്ടാങ്കുലർ സെക്ഷനിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ ആണ് അല്ലെ? സോ നമുക്ക് ഫസ്റ്റ് തന്നെ ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ കാണിക്കാം. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എക്സ്ട്രീം ആയിട്ടുള്ള ഫൈബർ, അതായത് ഏറ്റവും മുകളിലും ഏറ്റവും താഴെ. ഇവിടെ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുന്നത് ഈ പോർഷനും ഈ പോർഷനും ആണല്ലോ. അപ്പൊ എക്സ്ട്രീം ഫൈബേഴ്സിലായിരിക്കും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ ആദ്യം ഏറ്റവും കൂടുതൽ. അപ്പൊ ഇങ്ങനെ വളയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സ്ട്രെസ് വന്നത് ഏറ്റവും മുകളിലും ഏറ്റവും താഴെയായിട്ടാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏറ്റവും ഫസ്റ്റ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്ട്രീം ഫൈബേഴ്സിലാണ്. സോ നമുക്ക് അവിടെ സ്ട്രെസ് കാണിക്കാം. നടുക്കോട്ട് വരുമ്പോൾ 0, താഴോട്ട് പോകുമ്പോൾ എന്താ? മറ്റേ സൈഡിലോട്ട് വരച്ചേ. ഒരെണ്ണം ടെൻഷൻ ആണ്, ഒരെണ്ണം കംപ്രഷൻ ആണ് അല്ലെ. നമുക്കറിയാം ടോപ്പിൽ കംപ്രഷനും താഴെ ടെൻഷനും ആണ്. സോ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കണം. ആൻഡ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എഫ് വിൽ ബി ലെസ് ദാൻ FY. അത് ഈൽഡ് എത്തിയിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം ആദ്യം ഇലാസ്റ്റിക് ലിമിറ്റ്, ദെൻ ആണ് ഈൽഡിലോട്ട് കയറുള്ളൂ അല്ലെ. ഈൽഡ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് ഈൽഡ് സ്ട്രെസ്. നമ്മളിപ്പോ ഡയഗ്രത്തിൽ പഠിച്ചായിരുന്നു. ഇത് നോക്കിക്കേ, ഇത് ഇലാസ്റ്റിസിറ്റി ആണെന്ന് പഠിച്ചായിരുന്നു, ഇത് പ്ലാസ്റ്റിസിറ്റി ആയിരുന്നു പഠിച്ചായിരുന്നു. ഈ ഇത്രയും പോർഷനിലാണ് നമ്മുടെ ലോഡ് നിൽക്കുന്നത്, സ്ട്രെസ് നിൽക്കുന്നതെങ്കിൽ അത് സ്ട്രെസ് എന്ന് പറയുന്നത് ഈൽഡിനേക്കാളും കുറവായിരിക്കുമല്ലോ. ഈ ഒരു പോയിന്റിലോട്ട് കയറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈൽഡിങ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡി ഈൽഡ് ആവാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഇവിടം തൊട്ട് എന്തായിരിക്കും? FY ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സ്റ്റീലിന്റെ സ്ട്രെസ് ഈൽഡിലോട്ട് എത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇലാസ്റ്റിക്കിലാണ് നിൽക്കുന്നത്. സോ F വിൽ ബി ലെസ് ദാൻ FY. ദെൻ അഗൈൻ നമ്മൾ ലോഡ് കൂട്ടുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ സ്ട്രെസ് ഈൽഡിലോട്ട് എത്തി. അപ്പൊ അത് എത്രയായി? FY ആയി. മനസ്സിലായോ? ദെൻ അഗൈൻ നമ്മൾ ലോഡ് കൂട്ടുകയാണ്. അപ്പൊ നമ്മുടെ സ്ട്രെസ് ആദ്യം എക്സ്ട്രീം ഫൈബറിലായിരുന്നു. ഇപ്പൊ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന ഫൈബേഴ്സ് ഈൽഡായി, ഈ രണ്ടറ്റത്തെയും. ഇനി എന്ത് സംഭവിക്കും? ഇനി ഉള്ളിലോട്ട് ഈ സ്ട്രെസ് ഇറങ്ങാൻ തുടങ്ങും അല്ലെ. അപ്പോൾ കുറച്ച് പോർഷനിൽ സ്ട്രെസ് ഡെവലപ്പായി, ദെൻ 0, ദെൻ ഇവിടെ കുറച്ച് പോർഷനിൽ. അപ്പൊ ഇവിടെ എത്ര പോർഷനിൽ എന്തായി? ഈൽഡ് സ്ട്രെസ് ആയി. ഇങ്ങനെയാണ് ഈ ഡയഗ്രാം പോകുന്നത്. നടുക്ക് എപ്പോഴും എന്തായിരിക്കണം? നടുക്ക് 0 ആയിരിക്കും. മുകളിലോട്ടും താഴോട്ടും ആണല്ലേ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അഗൈൻ നമ്മൾ വീണ്ടും ലോഡ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ FY കൂടി കൂടി ഫുള്ള് ഫൈബേഴ്സിലോട്ട് നമ്മുടെ എന്ത് സംഭവിച്ചു? സ്ട്രെസ് FY ആയി. ഇത്രയാണ് സംഭവിച്ചേക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഫുള്ള് ഫൈബേഴ്സ് ഈൽഡ് സ്ട്രെസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം വരുന്നത്. ബെൻഡിങ് ഓഫ് ബീം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വരയ്ക്കുക, അതിന്റെ അകത്തോട്ട് ലോഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുക, ആൻഡ് ഫസ്റ്റ് സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക. അതിന്റെ അകത്ത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇലാസ്റ്റിക് ഏരിയയിൽ നമ്മുടെ സ്ട്രെസ് വിൽ ബി ലെസ് ദാൻ FY, ഈ ഒരു കണ്ടീഷൻ എഴുതുക. ദെൻ അഗൈൻ നമ്മൾ ലോഡ് കൊടുക്കുക. സോ സ്ട്രെസ് എന്ന് പറയുന്നത് FY എത്തി. അഗൈൻ നമ്മൾ ലോഡ് കൊടുക്കുക. സ്ട്രെസ് എന്ന് പറയുന്നത് എക്സ്ട്രീമിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി രണ്ട് സൈഡിലും. ദെൻ പിന്നെ നമ്മൾ ലോഡ് കൊടുത്തപ്പോൾ ഫുള്ള് ഫൈബേഴ്സ് എന്തായിട്ടുണ്ട്? ഈൽഡ് ആയിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈൽഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കണ്ടീഷൻ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ഈൽഡിങ് സംഭവിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്. പ്ലാസ്റ്റിക് ഈൽഡിങ്ങിൽ എന്ത് സംഭവിക്കും? എല്ലാ ഫൈബേഴ്സും എന്തായി മാറും? ഈൽഡ് ആയിട്ട് മാറും. അതിന് പിന്നെ സ്ട്രെസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിലും അതിന്റെ ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഈൽഡിങ് എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സെക്ഷനിലും അതിന്റെ ഈൽഡ് സ്ട്രെസ് എത്രയാണ്? FY ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഹിഞ്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിഞ്ച് എന്ന് വിളിക്കുന്നത്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം അത് കൊളാപ്സ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോൾ ഈ സാധനം എന്തായി പോകും? അത് കൊളാപ്സ് ആയി പോകും.
മനസ്സിലായോ? അപ്പം ഇത്രയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ അകത്ത് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഞ്ച് എന്താന്ന് ചോദിക്കും. ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക് ഈൽഡിങ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാ ഫൈബേഴ്സും ഈൽഡ് ആകും. ആ ഈൽഡ് ആയി കഴിയുമ്പോൾ ആ സെക്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഹിഞ്ചായിട്ട് ആക്ട് ചെയ്യും. ഹിഞ്ചായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എല്ലാ ലോഡും മീൻസ് വരുന്ന മൊമെന്റിനെ ടേക്കപ്പ് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഹിഞ്ച് എന്ന് പറയുന്നത്. ദെൻ വേറൊരു ടേമാണ് പ്ലാസ്റ്റിക് മൊമെന്റ്. പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു കണ്ടീഷനിൽ അതിന് എടുക്കാവുന്ന മാക്സിമം മൊമെന്റ്, ആ ഒരു മൊമെന്റിനാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? പ്ലാസ്റ്റിക് മൊമെന്റ്. അതായത് ഫുൾ സെക്ഷൻ, ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ തരാട്ടോ. ഫുൾ സെക്ഷൻ ഈൽഡ് ആയി കഴിയുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. ഓഫ് ബീം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഓരോരോ ഡയഗ്രത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ഹിഞ്ച് ഉണ്ടാകുക എന്ന് പറയുക. ഹിഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ അത് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഫ്രീലി റൊട്ടേറ്റ് എന്ന് പറയുക. ആൻഡ് ആ ഹിഞ്ച് സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ മൊമെന്റിനാണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. അതായത് ഫുള്ളി ഈൽഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ഷനിൽ പിന്നെ അതിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്തേക്കുന്ന മാക്സിമം മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ രണ്ട് ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത്, ഇറ്റ് ഈസ് എ സെക്ഷൻ അറ്റ് വിച്ച് ഓൾ ദ ഫൈബേഴ്സ് ഹാവ് ഈൽഡഡ് ആൻഡ് ഹെൻസ് ഫോർ എനി ഫർദർ ലോഡ് റൊട്ടേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ സെക്ഷൻ വിത്തൗട്ട് റെസിസ്റ്റിംഗ് എനി അഡീഷണൽ മൊമെന്റ്. അതായത് പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ ഫൈബേഴ്സും ഈൽഡഡ് ആയിട്ടുണ്ട്. ആൻഡ് ഫർദർ ലോഡ് വന്നു കഴിയുമ്പം അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹിഞ്ച് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാലോ, അതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ദെൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു MP വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മൊമെന്റ് അറ്റ് വിച്ച് ഓൾ ദ ഫൈബേഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ ഈൽഡ്. ആ ഫൈബേഴ്സ് എല്ലാ സെക്ഷനും ഈൽഡ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു ടൈമിലുള്ള മൊമെന്റിനാണ് എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഒരു റെക്ടാങ്കുലർ സെക്ഷനിലോട്ട് ലോഡ് വന്നു കഴിയുമ്പോൾ അതിന്റെ അകത്ത് ഓരോ സെക്ഷൻ ഈൽഡ് ചെയ്യാൻ തുടങ്ങും. ഏറ്റവും ടോപ്പും ബോട്ടം ആദ്യം ഈൽഡ് ചെയ്യും. ദെൻ താഴോട്ട് വന്ന് ഫുൾ സെക്ഷൻ ഈൽഡ് ചെയ്യും. അന്നേരം സംഭവിക്കുന്നതാണ് ഹിഞ്ച്. ആ ഹിഞ്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ആ ടൈമിലുള്ള പ്ലാസ്റ്റിക് മൊമെന്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ 3 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻ ട്ടോ 3 മാർക്ക്. എല്ലാവരും നോട്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിക് ഹിഞ്ച് എന്താണ്? പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്താണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രീലക്ഷ്മി? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ, ദെൻ പ്ലാസ്റ്റിക് ഹിഞ്ച്, ദെൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. ജസ്റ്റ് ഡെഫിനിഷനേ ഉള്ളൂ. അതിന്റെ സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത് കാണാപ്പാഠം പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ MOSലൊക്കെ പഠിക്കുന്ന സെയിം അസംഷൻ ആണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇത് അസംഷൻസ് ഓഫ് പ്ലാസ്റ്റിക് തിയറി ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹെഡിങ് കൊടുത്തേക്കാം. ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതി. തിയറി എഴുതിണ്ട, ലെക്ചറായിട്ട് എഴുതണ്ട, നോട്ട് തരാം. ജസ്റ്റ് അസംഷൻസ്. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള തിയറി തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 6 മാർക്ക് സ്കോർ ചെയ്യാം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. So first one, stress strain relationship is idealized to two straight line, that is strain hardening effect is neglected. നമ്മൾ പറഞ്ഞതാണ് ഐഡിയലൈസ് ചെയ്ത കാര്യം അല്ലെ, ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും. Then രണ്ടാമത്തത് പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. MOSലൊക്കെ പഠിച്ചേക്കണാണ് നിങ്ങൾ അല്ലെ. അതായത് പ്ലെയിൻ സെക്ഷൻ ബെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതും ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും.
ബെൻഡിങ്ങിന്റെ മുന്നേ ഉള്ളത് ഇങ്ങനെ, ബെൻഡിങ് കഴിഞ്ഞോട്ടുള്ളത് ഇങ്ങനെ അല്ലേ. അപ്പൊ അതെന്തായിരിക്കും? പ്ലെയിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. Then the relationship between compressive stress and compressive strain is same. അതായത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് തിയറി ആണ്. ഇത് വായിച്ച് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. Then whenever a fully plastic moment is attained at any cross section, plastic hinge form ചെയ്യും നമ്മൾ പറഞ്ഞു. അത് then it starts to rotate. Then effect of axial load and shear. നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചിന്റെ കേസിൽ നമ്മൾ വെർട്ടിക്കൽ ലോഡാണ് കൺസിഡർ ചെയ്യുള്ളൂ. ആക്സിയൽ ലോഡും ഷിയറും കൺസിഡർ ചെയ്യത്തില്ല. ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൊറിസോണ്ടൽ ലോഡാണ്. ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാരലൽ ടു ദ പ്ലെയിനുള്ള ലോഡാണ്. സോ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഡിഫ്ലക്ഷൻസ് ഇൻ ദ സ്ട്രക്ചർ വിൽ ബി സ്മോൾ. നമ്മൾ ഡിഫ്ലക്ഷൻസും കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് ഇതിന്റെ അസംഷൻസ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന്റെ. ദെൻ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു ടേം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഷേപ്പ് ഫാക്ടർ. ഷേപ്പ് ഫാക്ടറിന്ന് എല്ലാ തവണ യൂണിവേഴ്സിറ്റി, എല്ലാ ടോപ്പിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷേപ്പ് ഫാക്ടറിന്ന് ചോദിക്കാറുള്ളത് ഡെഫിനിഷൻസ് ഒബിയസ്ലി ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ ഓഫ് ഷേപ്പ് ഫാക്ടർ. ദെൻ ചോദിക്കാറുള്ളതാണ് ഷേപ്പ് ഫാക്ടർ ഡെറിവേഷൻ. നമ്മൾ ഓരോ സാധനത്തിന്റെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്തെടുക്കുക. റെക്ടാങ്കിൾ ആയിക്കോട്ടെ, സർക്കിള്, ട്രയാങ്കിള്, അങ്ങനെ പല പല സാധനങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഷേപ്പ് ഫാക്ടറിന്റെ ഡെറിവേഷൻസും നിങ്ങൾ പഠിക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഷേപ്പ് ഫാക്ടർ എന്താന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് മൊമെന്റ്. പ്ലാസ്റ്റിക് മൊമെന്റ് പഠിക്കണം. ദെൻ ഈൽഡ് മൊമെന്റും പഠിക്കണം. സോ പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്ത് സാധന? പ്ലാസ്റ്റിക് മൊമെന്റ് ഈസ് ഡിനോട്ടഡ് ബൈ MP. ഈൽഡ് മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാ? MY. ഈൽഡിന്റെ വൈയും പ്ലാസ്റ്റിക്കിന്റെ പിയും. പ്ലാസ്റ്റിക് മൊമെന്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ സെക്ഷൻ മൊത്തത്തിൽ ഈൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന മൊമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക് മൊമെന്റ്. അപ്പൊ ഒബിയസ്ലി ഈൽഡ് മൊമെന്റ് എന്തായിരിക്കും? ഈ സെക്ഷൻ ഈൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ആണ് എന്ത്? ഈൽഡ് മൊമെന്റ്. അതായത് നമ്മുടെ സെക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഈൽഡ്, ആ ഒരു കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈൽഡ് മൊമെന്റ്. സോ MP, MY. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈൽഡ് മൊമെന്റ് MYയുടെ ഇക്വേഷൻ പഠിക്കാം. MY ഈസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ആവശ്യമാണ്. M/I ഈസ് ഈക്വൽ ടു F/Y അല്ലെ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോ. M/I ഈസ് ഈക്വൽ ടു F/Y ആണല്ലോ നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ. അതിന്റെ അകത്തുനിന്ന് M ഈസ് ഈക്വൽ ടു എന്ത് വരും? I ഇൻറ്റു F/Y. സോ M ഈസ് ഈക്വൽ ടു I ഇൻറ്റു F/Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് F ഇൻറ്റു I/Y. I/Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും അറിയാമെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് പറ കേട്ടോ. I/Y മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ന്യൂട്രൽ ആക്സിസ് ഫ്രം Z. അതെ, കറക്റ്റ്. I/Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M ബെൻഡിങ് മൊമെന്റ് ആണ്, I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, F എന്താണ്? നമ്മുടെ സ്ട്രെസ് ആണ്, Y എന്താണ്? ഇപ്പൊ നമ്മുടെ സെക്ഷൻ ഇതാന്ന് വിചാരിക്കുക. നമ്മുടെ സെക്ഷന്റെ സെന്റർ തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ മീൻസ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ Y എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പം ഇത്ര നമുക്കറിയാം. ഇതിന്റെ അകത്തുനിന്ന് M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എമ്മിനെ ഈ സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേംസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. M ഈസ് ഈക്വൽ ടു ഐനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ I ഇൻറ്റു F/Y. സോ I/Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനമാണ്? Z. I എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, Y എന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഡിസ്റ്റൻസ്. സോ ഇസഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. എല്ലാവരും നോട്ട് ചെയ്തോ അറിയാത്തവര്? Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ മോഡുലസ് ആണ്. ദെൻ നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ M ഈസ് ഈക്വൽ ടു F ഇൻറ്റു I/Yക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? Z എന്ന് കൊടുക്കാൻ പറ്റും. സോ M ഈസ് ഈക്വൽ ടു FZ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു FZ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എത്തി. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. M ഈസ് ഈക്വൽ ടു F ഇൻറ്റു
ഇസഡ്. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനിലുള്ള പഠിക്കണം അല്ലേ? ഫസ്റ്റ് വൺ ഈൽഡ് കണ്ടീഷനും സെക്കൻഡ് വൺ പ്ലാസ്റ്റിക് കണ്ടീഷനും. സോ ഈൽഡ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് എന്തിലോട്ട് അറ്റൈൻ ചെയ്തിട്ടുണ്ട്? എഫ് വൈ ഈൽഡ് സ്ട്രെസ് ആയിട്ടുണ്ടല്ലോ അല്ലെ? ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അപ്പൊ ഈൽഡ് മൊമെന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സ്ട്രെസ് ഏതാണ്? എഫ് വൈ ആണ്, ഈൽഡ് സ്ട്രെസ് ആണ്. സോ എം വൈ ആവും. സോ എം വൈയുടെ ഇക്വേഷൻ എന്താണ്? എഫ് വൈ ഇൻറ്റു ഇസഡ്. ഇതിലെ പ്രത്യേകത എന്താ? ഈ ഇസഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കണ്ടീഷൻ അല്ലേ, അതിനെന്താ നമ്മൾ വിളിക്കുന്നേ? ഇലാസ്റ്റിക് എന്നല്ലേ. സോ അവിടുത്തെ മോഡുലസ് എന്തായിരിക്കും? ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആയിരിക്കും. ദെൻ അടുത്ത് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് മൊമെന്റ് എം പി. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. എം വൈയുടെ ഇക്വേഷൻ എഫ് വൈ ഇൻറ്റു ഇസഡ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ എഴുതുക, അതിന്റെ അകത്തുനിന്ന് ആവശ്യമുള്ള ടേംസ് ഒക്കെ യോജിപ്പിക്കുക. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഇസഡ്. എഴുതിയോ? ഇനി നമുക്ക് അടുത്തത് പ്ലാസ്റ്റിക് മൊമെന്റ് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റ് നോക്കാം. പ്ലാസ്റ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കണം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒപ്പം എഴുതി പൊക്കോ. പ്ലാസ്റ്റിക് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഡയഗ്രാം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ, ഈ രണ്ട് ഫിഗർ ആവശ്യമുണ്ട്. ഇത് പ്ലാസ്റ്റിക് കണ്ടീഷനിലുള്ള ഫിഗർ ഇല്ലേ, നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം, അതും നമ്മുടെ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷനും. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ഇത് കംപ്രഷൻ ഏരിയ എന്നറിയാം, ഇത് ടെൻഷൻ ഏരിയ എന്നറിയാം. സോ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റികൾ മാർക്ക് ചെയ്തേ. ഇത് നമുക്ക് G1 എന്ന് കൊടുക്കാം, ഇതെന്ന് പറയുന്നത് G2 എന്ന് കൊടുക്കാം. ഇത്രയും ഡിസ്റ്റൻസ് Y1, ഇത്രയും ഡിസ്റ്റൻസ് Y2, സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കംപ്രഷൻ ആക്ട് ചെയ്യുന്നുണ്ടാകും, ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടാകും. ഇത്ര മാർക്ക് ചെയ്തേ. നമുക്കറിയാലോ, അതായത് സ്ട്രെസ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടോപ്പിലുള്ളത് കംപ്രഷൻ ആണ്, ബോട്ടത്തിലുള്ളത് ടെൻഷൻ ആണ്, നടുക്കുള്ളത് ന്യൂട്രൽ ആക്സിസ് ആണെന്നൊക്കെ അറിയാം. ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഡൗട്ട് ഉള്ളവർ എഴുതി വെച്ചോ. ഈ പോകുന്നത് ന്യൂട്രൽ ആക്സിസ് ആണ്, ഈ ഏരിയ എന്ന് പറയുന്നത് കംപ്രഷന്റെ ഏരിയ ആണ്, ഈ ഏരിയ എന്ന് പറയുന്നത് ടെൻഷന്റെ ഏരിയ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസും വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസും എന്ത് സാധനമാണ് ഇത് സിമിലർ ആണ്, സിമെട്രിക് ആണ്. അതുകൊണ്ട് ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് നടുക്കേ കൂടി ആയിരിക്കും പോകുന്നത് അല്ലെ? ആൻഡ് നമുക്കറിയാം, ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇത്രോ ഏരിയ എന്ന് പറയുന്നതും ഇത്രോ ഏരിയ എന്ന് പറയുന്നതും എന്തായിരിക്കും? ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ A1 എന്ന് കൊടുത്തു, ഈ ഏരിയ എന്ന് പറയുന്നത് A2 എന്ന് കൊടുത്തു എന്നുണ്ടെങ്കിൽ A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. ആൻഡ് ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ കേസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സിമെട്രിക്കൽ സെക്ഷന്റെ കേസിലാണ് ഇത് സംഭവിക്കുള്ളൂ. പക്ഷെ നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ്, അതായത് റെക്ടാങ്കുലറിന് പകരം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെക്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഡയഗ്രാം ചിലപ്പോൾ ഇങ്ങനെയായി പോകും. അതായത് ന്യൂട്രൽ ആക്സിസിൽ വരണമെന്നില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്ട്രെസ് സ്ട്രെയിൻ നമ്മൾ ഈ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ന്യൂട്രൽ ആക്സിസിൽ തന്നെ ഈ ഡയഗ്രത്തിന്റെ നടുഭാഗം സീറോ പോർഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് സിമെട്രിക്കൽ ആയിരിക്കണം. ആ ഒരു പോയിന്റ് നോട്ട് ഡൗൺ ചെയ്തോ. സിമെട്രിക്കൽ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ കോയിൻസൈഡ് ചെയ്ത് പോവുള്ളൂ. കണ്ടോ, ഈ ന്യൂട്രൽ ആക്സിസിൽ കൂടി തന്നെയല്ലേ ഇതിന്റെ സീറോ പോർഷൻ പോയേക്കണേന്ന് നോക്കിയേ. നമ്മൾ അല്ലാത്ത കേസിൽ
എന്ത് സംഭവിക്കും? നമ്മുടെ ഈ സ്ട്രെസ് ഡയഗ്രാം പോകുന്നത് അതിന്റെ ന്യൂട്രൽ ആക്സിസിൽ കൂടി ആയിരിക്കത്തില്ല. ഇങ്ങനെ കണ്ടോ, ഒന്നല്ലെങ്കിൽ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇത്ര ശ്രദ്ധിക്കേണ്ട. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഡെറിവേഷൻ പഠിച്ചാൽ മതി. പിന്നെ വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഈ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ സ്ട്രെസ് ഡയഗ്രത്തില് A1 A2 ഏരിയ സെയിം ആന്ന് പറഞ്ഞല്ലോ അല്ലെ? അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിസിനെ നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടും. ആ പേര് എഴുതി വെച്ചോ, ഈക്വൽ ഏരിയ ആക്സിസ്. ഈക്വൽ ഏരിയ ആക്സിസ്. ഈക്വൽ ഏരിയ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ നടുക്കിൽ കൂടി പോകുന്ന ആ ന്യൂട്രൽ ഏരിയ തന്നെയായിരിക്കും എന്ത്? ഈക്വൽ ഏരിയ ആക്സിസ്. നമ്മുടെ സെക്ഷൻ എപ്പോഴും സിമെട്രിക്കൽ ആണോ നോക്കുക. സിമെട്രിക്കൽ ആണെങ്കിൽ മാത്രം ഈ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ഒറ്റ ലൈൻ ആയിരിക്കും. ആ കണ്ടീഷനിൽ ന്യൂട്രൽ ആക്സിസ് വിൽ ബി ഈക്വൽ ടു ഈക്വൽ ഏരിയ ആക്സിസ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് സാധനമായി പോകും. അപ്പൊ നമുക്ക് ഒരിക്കലും അത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ആണെന്ന് പറയാം, പ്ലാസ്റ്റിക്കിന്റെ ഇതാന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സെക്ഷൻ നിങ്ങൾ നോക്കുക, അത് രണ്ട് സൈഡും സിമെട്രിക്കൽ ആയിട്ടാണ് വിത്ത് റെസ്പെക്ട്. ഇപ്പൊ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കുവാണ് അല്ലെ? അപ്പൊ അത് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ന്യൂട്രൽ ആക്സിസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതപ്പോ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. Neutral axis is equal to equal area axis on the basis of section where it's symmetrical or non-symmetrical. So നമുക്ക് ഇത് നമ്മുടെ ഡയഗ്രാം പഠിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താ ഇപ്പൊ കണ്ടുപിടിക്കാനുണ്ടായിരുന്നേ? നമ്മൾ MI കണ്ടുപിടിച്ചു. ഇനി നമുക്ക് MP ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്ലാസ്റ്റിക് മൊമെന്റ് ആണ്. സോ MPയുടെ ഇക്വേഷൻ എഴുതിക്കോ. MP is equal to, നമുക്കറിയാം മൊമെന്റ് എങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. മൊമെന്റ് is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം അല്ലെ? സോ ഇവിടെയുള്ള രണ്ട് ഫോഴ്സുകൾ ഏതൊക്കെയാണ്? കംപ്രസീവ് ഫോഴ്സും ഉണ്ട്, ടെൻസൈൽ ഫോഴ്സും ഉണ്ട് അല്ലെ? സോ ഫസ്റ്റ് തന്നെ നമുക്ക് കംപ്രസീവ് ഫോഴ്സ് എടുക്കാം. കംപ്രസീവ് ഫോഴ്സ് എന്താണ്? സി ഇൻറ്റു, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് ആണല്ലോ നമ്മൾ എപ്പോഴും ഫോഴ്സ് മൊമെന്റ് എടുക്കുന്നത്. സോ സി ഇൻറ്റു ന്യൂട്രൽ ആക്സിസ് ഈ പോകുന്നതാണല്ലോ, സി തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? y1. സോ സി ഇൻറ്റു y1 പ്ലസ് നമുക്ക് അടുത്ത ഫോഴ്സ് ഏതാന്ന് എടുക്കാം? ടി. ടെൻഷൻ ആണ് നമ്മുടെ അടുത്ത ഫോഴ്സ്. സോ ടി ഇൻറ്റു കറസ്പോണ്ടിങ് നിങ്ങൾ ന്യൂട്രൽ ആക്സിസ് നോക്കിക്കേ. ന്യൂട്രൽ ആക്സിസ് തൊട്ട് നമ്മുടെ ടെൻഷൻ ഫോഴ്സ് വരെയുള്ള ദൂരം y2. സോ സി ഇൻറ്റു y1 പ്ലസ് ടി ഇൻറ്റു y2. സോ നമുക്കിനി അറിയാം ഇത് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആണ് അല്ലെ? നമുക്ക് പക്ഷെ അതിനെ സ്ട്രെസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നറിയാലോ. അതിൽ നിന്ന് ഫോഴ്സ് എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നറിയാലോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കാൻ നമ്മുടെ സ്ട്രെസ് എന്ത് സാധനമോ? നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് ആണ് അല്ലെ? സോ ഒബിയസ്ലി അവിടുത്തെ സ്ട്രെസ് ഏതാണ്? ഈൽഡ് സ്ട്രെസ് ആണ് അല്ലെ? പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സെക്ഷനിലും ഈൽഡ് സ്ട്രെസ് ആണ്. സോ അവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കംപ്രസീവ് ഫോഴ്സിനെ സ്ട്രെസിന്റെ ടൈംസിലോട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ Fy ഇൻറ്റു കംപ്രഷൻ ആക്ട് ചെയ്യുന്ന ഏരിയ ഏതാണ്? ടോപ്പ് പോർഷൻ ആണല്ലോ. അപ്പൊ അവിടുത്തെ ഏരിയ എത്ര വരും? A1. അപ്പൊ സിക്ക് നമ്മൾ Fy ഇൻറ്റു A1 കൊടുത്തു ഇൻറ്റു y1 പ്ലസ് ടിക്ക് എന്ത് വരും? ടി എന്ന് പറയുന്നത് സെയിം ആണ്. സ്ട്രെസ് എത്രയായിരിക്കും? Fy ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. കാരണം ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഇത്രയും പോർഷനിൽ മാത്രമാണ്. A2 ഇൻറ്റു y2. സോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് A1നും A2നും എന്ത് കൊടുക്കാം? നമുക്കറിയാം A1 ഈക്വൽ ടു A2 ഇസ് ഈക്വൽ ടു എന്താണ്? A/2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Fy ഇൻറ്റു A1നും A2നും നമുക്ക് എന്ത് കൊടുക്കാം? A/2 എന്ന് കൊടുക്കാം ഇൻറ്റു y1 പ്ലസ് Fy ഇൻറ്റു A/2 ഇൻറ്റു A/2 ഇൻറ്റു y2. സോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കാം. Fy ഇൻറ്റു A/2 നിങ്ങൾ പുറത്തെടുത്തേ. ബാക്കി ഇവിടെ എന്താ വരുന്നേ? y1 പ്ലസ് y2. സോ നമുക്ക് MPയുടെ ഇക്വേഷൻ MP ഇസ് ഈക്വൽ ടു Fy ഇൻറ്റു A/2 ഇൻറ്റു y1 പ്ലസ് y2.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? എം പി ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നമുക്കറിയാം എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇസഡ് ആണെന്ന് നമ്മൾ ഇച്ചിരി മുന്നേ പഠിച്ചല്ലോ. അതായത് അപ്പൊ നമ്മൾ ഈ എം പിയുടെ ടേംസിലോട്ട് ആക്കുവാണെങ്കിൽ ഇത് എന്തായിരിക്കും? എം പി ഈസ് ഈക്വൽ ടു പ്ലാസ്റ്റിക് കണ്ടീഷനിലോട്ട് ആക്കുവാണ്. അപ്പൊ എം പി ഈക്വൽ ടു എഫ് വൈ ആണ്, ഈൽഡ് തന്നെയാണ് അല്ലെ, ഇൻറ്റു ഇസഡ് എന്തായിട്ട് മാറും? ഇസഡ് പി ആയിട്ട് മാറും. നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടീഷൻ ആണ്. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആയിട്ട് മാറും. അപ്പൊ എം പി ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഇസഡ് പി. ഇവിടെ നോക്കിയേ, എം പി ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. ഈ ഒരു ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കി. ഈ ടൈം സിമിലർ ആണ്, ഈ ടൈം സിമിലർ ആണ്, എഫ് വൈ സിമിലർ ആണ്, എഫ് വൈ സിമിലർ ആണ്. ബാക്കി ഏതാണുള്ളത്? എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. ഇവിടെ ഒരു ഇസഡ് പി. അതിന്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇസഡ് പി എന്ന് പറയുന്നത് എന്താണ്? എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു ആണ്. മനസ്സിലായോ? അപ്പൊ ഇസഡ് പി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇസഡ് പിയുടെ ഇക്വേഷൻ എന്താണ്? എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു ആണ്. സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്കിപ്പോ കിട്ടിയത്. എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. നിങ്ങൾ ഈ ഡെറിവേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എക്സ്ട്രാ നോട്ട് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ പോലെ പക്ഷെ എഴുതിക്കോണം, മനസ്സിലാകുന്ന രീതിയിൽ ഇത്ര ഒന്ന് എഴുതുക. ഇത്ര ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിക്കേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റയോൺ ക്ലാസ്സിലുണ്ടോ? റയോണിന് മനസ്സിലായോ? മനസ്സിലായി. ബാക്കി പേരുകളൊക്കെ പഠിക്കുന്നുള്ളൂ. ഞാൻ പയ്യെ പഠിച്ചെടുത്തിട്ട് ചോദിച്ചോളാം കേട്ടോ. ഇപ്പൊ ഓർക്കത്തെ പേര് മാത്രം ചോദിക്കണമെന്നുള്ളൂ. അപ്പൊ നമ്മള് ഇത് പഠിച്ചതിന്റെ അകത്ത് അപ്പം അപ്പൊ നോക്കിക്കേ. അപ്പൊ നമ്മളിപ്പോ എത്ര ഇക്വേഷൻസ് പഠിച്ചു? ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ നോട്ട് ചെയ്യുക. എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഇസഡ്. ഇത് ഏത് കേസാണ്? ഇത് ഈൽഡ് മൊമെന്റിന്റെ കേസാണ്. ഈൽഡ് മൊമെന്റിന്റെ കേസിലെ ഇക്വേഷൻ. ദെൻ പ്ലാസ്റ്റിക് മൊമെന്റിന്റെ കേസിലെ ഇക്വേഷൻ എഴുതിക്കേ. എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ എ ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു. അല്ലെങ്കിൽ എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഇസഡ് പി. ഇസഡ് പി ഇസ് ഈക്വൽ ടു എ ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു. അപ്പൊ ഇത്ര ഇക്വേഷൻ നിങ്ങൾ തറവായിട്ട് പഠിച്ചോണം. ദെൻ ഈ ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഈ ഇസഡ് പി എന്തായിരുന്നു? പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ദെൻ ഇസഡും കൂടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞോണം. ഇസഡ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ വൈ. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് തൊട്ട് നമ്മുടെ എക്സ്ട്രീം ഫൈബർ വരെയുള്ള മാക്സിമം ഡിസ്റ്റൻസ്. സോ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്ര ഇക്വേഷൻസ് ഒന്ന് മാറ്റി നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേ. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ഇത്ര ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മുടെ ഷേപ്പ് ഫാക്ടർ നമ്മൾ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഷേപ്പ് ഫാക്ടർ എന്താണ്? ഷേപ്പ് ഫാക്ടർ ഈസ് ദ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എം പി ആൻഡ് എം വൈ. അതായത് പ്ലാസ്റ്റിക് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഈൽഡ് മൊമെന്റ്. ഈ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഷേപ്പ് ഫാക്ടർ. ഇത് പഠിച്ചോണം, ഡെഫിനിഷൻ ചോദിക്കും.
ഈൽഡ് മൊമെന്റിനെ പ്ലാസ്റ്റിക് മൊമെന്റിനെ ഈൽഡ് മൊമെന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഷേപ്പ് ഫാക്ടർ. സോ പ്ലാസ്റ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എഴുതിക്കേ, Fy ഇൻറ്റു a/2 ഇൻറ്റു y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ ഈൽഡ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Fy ഇൻറ്റു ഇസഡ് അല്ലെ. അപ്പൊ Fy ക്യാൻസൽ ആയി പോയി. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് തന്നെ ചെയ്താൽ മതി, നമുക്കറിയാം a/2 ഇൻറ്റു y1 പ്ലസ് y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം, ZP ആണെന്നറിയാം അല്ലെ. സോ ZP ഡിവൈഡഡ് ബൈ Z ഇതിങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ZP നെ Z വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ പഠിച്ചാണ് ZP കണ്ടുപിടിക്കണമെങ്കിൽ a/2 ഇൻറ്റു y1 പ്ലസ് y2 ചെയ്യണം, Z കണ്ടുപിടിക്കണമെങ്കിൽ y/y ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ തറവായിട്ട് പഠിക്കുക, ZP കണ്ടുപിടിക്കാനുള്ളതും ഇസഡും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഷേപ്പ് ഫാക്ടർ ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെറിവേഷൻ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക്. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ഇത് പറയുന്നോണ്ടിരിക്കുന്നത് എല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ വരയ്ക്കുക, ന്യൂട്രൽ ആക്സിസ് വരയ്ക്കുക. ഇനി എന്തൊക്കെയാ ഇവിടെ വരയ്ക്കണ്ടേ, നമുക്ക് ഈ ഒരു സെക്ഷൻ കംപ്രഷൻ ആണെന്നറിയാം, ഈ ഒരു സെക്ഷൻ ടെൻഷൻ ആണെന്നറിയാം. ഇവിടെ ഒരു സെൻട്രോയിഡ് ഉണ്ടാകും, ഇവിടെ ഒരു സെൻട്രോയിഡ് ഉണ്ടാകും. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, y1. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, y2. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് b ആണ്, ഇതിന്റെ ടോട്ടൽ ഡെപ്ത് d ആണ്, സ്മോൾ ലെറ്റർ d ആണ്. സോ നമുക്കറിയാം ഇതിന്റെ പകുതി എത്രയായിരിക്കും, അപ്പോ d/2, പകുതി d/2. ദെൻ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ഒരു y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഒരു പോർഷന്റെ y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇത് നമ്മുടെ ഒരു റെക്ടാങ്കുലർ ഏരിയ ആണ് അല്ലെ. അതിന്റെ y1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ആ ഒരു പോർഷന്റെ സെൻട്രോയിഡ് നടുഭാഗം വരെ ഉള്ളതാണ് y1 അല്ലെ. അപ്പോൾ y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാലോ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് ഫുൾ എത്രയാണ്, ഇത് മൊത്തം d/2 ആണ്. ഈ d/2ന്റെയും പകുതിയിലായിരിക്കുമല്ലോ നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് അല്ല നമ്മുടെ സെൻട്രോയിഡ് കിടക്കുന്നത്. അത് നമുക്കറിയാം, അതായത് റെക്ടാങ്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് തന്നെ കറക്റ്റ് സെന്ററിലായിരിക്കും കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ എടുക്കുവാണ്, ആ പോർഷന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും കിടക്കുന്നത്, അതിന്റെ പകുതിയിലായിരിക്കും കിടക്കുന്നത് അല്ലെ. അപ്പൊ ഈ കേസിൽ y1ന്റെ y2ന്റെ വാല്യൂ എത്രയാ വരുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. y1 എത്രയായിരിക്കും, y2 എത്രയായിരിക്കും? ആർക്കെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ആൻസർ പറ കേട്ടോ. y1ന്റെ വാല്യൂ എത്രയായിരിക്കും? d/4. ഓക്കെ, d/4 ആയിരിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഒന്നുമില്ല, നിങ്ങൾ ഓർത്താൽ മതി, നമ്മളിത് 2 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ന്യൂട്രൽ ആക്സിസിന്റെ മുകൾ ഭാഗം ആദ്യം നോക്കുക, ന്യൂട്രൽ ആക്സിസിന്റെ താഴ്ഭാഗം ആദ്യം നോക്കുക. y1 എന്ന് പറയുന്നത് മുകളിലുള്ള പോർഷനിലോട്ടുള്ളതും y2 എന്ന് പറയുന്നത് താഴെയുള്ള പോർഷനിലോട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പം y1 എന്ന് പറയുന്നത് ഈ ഒരു പോർഷന്റെ മാത്രം ന്യൂട്രൽ ആക്സിസും ഇതും തമ്മിൽ, സെൻട്രോയിഡ് ന്യൂട്രൽ ആക്സിസ് തമ്മിലുള്ളതാണ്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിന്റെ പകുതിയിലായിരിക്കുമല്ലോ, ഇത് മൊത്തം d/2 ആണ്. സോ d/2 വീണ്ടും by2 അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് d/4 വരുന്നത്. അതേപോലെ തന്നെയല്ലേ y2, സോ y2 will also be d/4.
സോ നമുക്ക് y1 y2 കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് റെക്ടാങ്കുലർ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് വിൽ ബി b ആൻഡ് ഡെപ്ത് വിൽ ബി d. സോ നമുക്ക് ഏരിയ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഷേപ്പ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ZP ഡിവൈഡഡ് ബൈ Z ആണെന്നറിയാം. സോ ZP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a/2 ഇൻറ്റു y1 പ്ലസ് y2 ആണല്ലോ. സോ എ എന്ന് പറയുന്നത് b ഇൻറ്റു d ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y1 എന്ന് പറയുന്നത് d/4 പ്ലസ് y2 എന്ന് പറയുന്നത് d/4. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേ. ZP is equal to BD/2 ഇൻറ്റു d/4 പ്ലസ് d/4 എത്രയാണ്? 2d/4 അല്ലേ? അപ്പം ഈ 2ഉം വെട്ടിപ്പോവും. സോ BD സ്ക്വയർ, b ഇൻറ്റു d രണ്ടെണ്ണം ഉണ്ട്, BD സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ് എന്ത്? ZP. സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ന്യൂട്രൽ ആക്സിസിന്റെ y1 y2 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇനി Z കണ്ടുപിടിക്കണം. സോ Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? I ഡിവൈഡഡ് ബൈ y ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഓഫ് റെക്ടാങ്കുലർ എത്രയാ നമ്മൾ കാണാപ്പാഠം പഠിച്ചോണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് BD ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ് അല്ലേ? BD ക്യൂബ് ഡിവൈഡഡ് ബൈ 12 കാണാപ്പാഠം പഠിച്ചോണം. ആൻഡ് y എന്ന് പറയുന്നത് എത്രയാണ്? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബർ എവിടെയാണോ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? y. സോ ഇത് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ ഈ പോകുന്ന സാധനമാണ്. എക്സ്ട്രീം ഫൈബർ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് വരെയുള്ള ദൂരമാണ് എടുക്കേണ്ടത് എന്ത്? y. സോ y ഈസ് ഈക്വൽ ടു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? പകുതി ഡിസ്റ്റൻസ് d/2. സോ നമ്മുടെ Z കണ്ടുപിടിച്ചേ. Z ഈസ് ഈക്വൽ ടു I എന്ന് പറയുന്നത് BD ക്യൂബ് ബൈ 12 ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് d/2. സോ BD ക്യൂബ് ബൈ 12 ഇൻറ്റു d/2നെ നമുക്ക് തിരിച്ച് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 2/d. സോ 2ഉം 12ഉം വെട്ടിപ്പോയി 6 വന്നു. ഡിയും d ക്യൂബും വെട്ടിപ്പോയി ഇവിടെ സ്ക്വയർ വന്നു. സോ നമ്മുടെ Z-ന്റെ വാല്യൂ BD സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 വന്നു. മനസ്സിലായോ? ജസ്റ്റ് നിങ്ങൾ MOSലും അതിലൊക്കെ പഠിച്ച ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഷേപ്പ് ഫാക്ടർ. ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കുക. S is equal to ZP by Z അല്ലേ? സോ നമുക്ക് ZP എത്രയാന്ന് കിട്ടി? BD സ്ക്വയർ ബൈ 4. സോ BD സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ Z എത്രയാണ്? BD സ്ക്വയർ ബൈ 6 അല്ലേ? നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ BD സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഈ BD സ്ക്വയർ ബൈ 6 താഴെ കിടക്കണതിന് മേളിലോട്ട് കൊണ്ടുവരുമ്പോൾ തിരിച്ചിടുക. അപ്പൊ 6 ഡിവൈഡഡ് ബൈ BD സ്ക്വയർ. BD സ്ക്വയറും BD സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 6 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1.5. ഇത്ര ആണ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾ ആകെ കാണാപ്പാഠം പഠിക്കാനുള്ള ടേമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിടാവുന്നേ ഉള്ളൂ.
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. നമ്മൾ അടുത്തത് സർക്കുലർ സെക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സർക്കുലർ സെക്ഷൻ നിങ്ങൾ തന്നെ ചെയ്തു തുടങ്ങിക്കോ. എന്നിട്ട് ജസ്റ്റ് നോക്കി നോക്കി പോയാൽ മതി കറക്റ്റ് ആണോ എന്ന്. എല്ലാവർക്കും അറിയാലോ അതിന്റെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ. ഞാൻ ജസ്റ്റ് ബേസിക് ഇക്വേഷൻ പറഞ്ഞുതരാം. ഒരു സർക്കുലർ ആയിട്ടുള്ള സെക്ഷന്റെ ഐയുടെ വാല്യൂ എത്രയാണ്? കാണാപ്പാടം പഠിച്ചോണം. ഐയുടെ വാല്യൂ പൈ ഡി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64. ഈ സാധനം നിങ്ങൾ കാണാപ്പാടം പഠിച്ചോണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. y നമുക്കറിയാം. y എത്രയായിരിക്കും? d/2 അല്ലെ? നമ്മുടെ ടോട്ടൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് d ആണ് അല്ലെ? സോ നമ്മുടെ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ആയിട്ട് കിടക്കുന്ന പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇറ്റ് വിൽ ബി d/2. സോ നമുക്ക് y d/2 കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഏരിയ എന്താണെന്ന് അറിയാം. സർക്കിളിന്റെ ഏരിയ എത്രയാ? π/4 d². അല്ലെങ്കിൽ πr. നമ്മളിപ്പോ റേഡിയസിന്റെ ടേംസിലല്ല, എല്ലാം ഡയമീറ്ററിന്റെ ടേംസിലാണ് പറയുന്നത്. സോ πd² ഡിവൈഡഡ് ബൈ 4. ദെൻ നമുക്ക് y1 y2 അറിയണം അല്ലെ? y1 y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ആണെങ്കിൽ ഈ ഒരു സെക്ഷന്റെ ഇവിടെയുള്ള പോയിന്റ്, ഇത് ഇവിടെയുള്ള പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും y1ഉം ഇത്രയും എത്രയാണ്? y2. അപ്പൊ നമുക്കറിയാം y1ഉം y2 എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. y1ഉം y2ന്റെ വാല്യൂ ഒക്കെ നിങ്ങൾ സെന്റർ ഓഫ് ഇട്ട് കിടക്കുന്നത് എത്രയാണെന്നൊക്കെ പഠിച്ചിട്ടില്ലേ? സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാ കിടക്കുന്നത്? ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് 4r/3π. ഇങ്ങനെ ഒരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ മതി. 4r/3π. അതായത് നമ്മുടെ സർക്കിള് സെന്റർ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് നമ്മുടെ സർക്കിളിന്റെ ഒരു പോർഷൻ അതിന്റെ സെന്ററോട് കിടക്കുന്ന സെമി സർക്കിൾ ആണല്ലേ? നമ്മുടെ സെമി സർക്കിളിന്റെ സെന്ററോട് കിടക്കുന്നത് 4r/3πയിലായിരിക്കും അല്ലെ? സോ 4r/3π അത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചോണം. y1ന്റെ വാല്യൂ 4r/3π. ഇതിനെല്ലാം കിട്ടിയല്ലോ. y1ഉം y2 അപ്പൊ എന്ത് തന്നെയാണ്? സെയിം ആണ്. y1 ഈക്വൽ ടു y2 ഇസ് ഈക്വൽ ടു 4r/3π. ഇനി ഒന്നും നോക്കാനില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എല്ലാവരും. നമുക്ക് ഫസ്റ്റ് തന്നെ z കണ്ടുപിടിക്കാം അല്ലെ? z ഇസ് ഈക്വൽ ടു i/y ആണ്. ഐയുടെ വാല്യൂ എത്രയാണ്? പൈ ഡി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64. y എത്രയാണ്? d/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പൈ ഡി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു d/2 എന്ന് പറയുന്നത് 2/d ആകും. 64 ഡിവൈഡ് ചെയ്യുമ്പോൾ 32. സോ പൈ d³ ഡിവൈഡഡ് ബൈ 32. ഇതാണ് നമ്മുടെ ഇസഡിന്റെ വാല്യൂ. ജസ്റ്റ് 3 ടൈംസ് കാണാപ്പാടം പഠിക്കുക. ഐയുടെ വാല്യൂ പൈ ഡി റേസ് ടു 4/64. നമ്മുടെ y1ന്റെ വാല്യൂ 4r/3π. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ZP കണ്ടുപിടിക്കണം അല്ലെ? ZPയുടെ ഇക്വേഷൻ എഴുതിക്കേ. a/2 ഇൻറ്റു y1 പ്ലസ് y2. a/2 ഇൻറ്റു y1 പ്ലസ് y2. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ഇവിടെ എഴുതാം? നമുക്ക് ഈ 4r/3πനെ എന്താക്കാൻ പറ്റുമോ? നമുക്കറിയാം 2 ടൈംസ് റേഡിയസ് ആണ് എന്ത്? ഒരു ഡയാമീറ്റർ അല്ലെ? 2 റേഡിയസ് കൂടുമ്പോഴാണ് ഒരു ഡയാമീറ്റർ ആവണത്. സോ 4 റേഡിയസ് ഉണ്ടെങ്കിൽ അത് എത്ര ഡയാമീറ്റർ ആണ്? 2 ഡയാമീറ്റർ ആണ്. സോ നമുക്ക് y1 ഇസ് ഈക്വൽ ടു y2 ഇസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ 3π എന്ന് എഴുതാലോ. കുഴപ്പമില്ലല്ലോ. 2d ഡിവൈഡഡ് ബൈ 3π എന്ന് സുഖമായിട്ട് എഴുതാൻ പറ്റും. കാരണം നമുക്കറിയാം 2 റേഡിയസ് കൂടുമ്പോൾ ഒരു ഡയാമീറ്റർ ഉണ്ടാവും. സോ ഇവിടെ 4 റേഡിയസ് ഉണ്ട്. സോ 2 ഡയാമീറ്റർ. സോ കാരണം നമുക്ക് എല്ലാം ഒരേ ടേംസിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ZP ഇസ് ഈക്വൽ ടു എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? πd² ഡിവൈഡഡ് ബൈ 4/2. ഏരിയ എന്ന് പറയുന്നത് πd² ബൈ 4. y1 അപ്പൊ നമുക്കിപ്പോ എത്ര കിട്ടിയേക്കണേ? 2d/3π പ്ലസ് 2d/3π. സോ നമുക്ക് ഇത് എന്ത് വരും? ZP ഇസ് ഈക്വൽ ടു ഈ 2വിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോണം. സോ πd² ബൈ 8 ഇൻറ്റു
2 ഇൻറ്റു 2 2d/3π ഉണ്ട്. സോ 2 ഇൻറ്റു 2d/3π. 2d പ്ലസ് 3π പ്ലസ് 2d പ്ലസ് 3π എന്താണ്? 2 ടൈംസ് 2d/3π. അപ്പോൾ ഇത് എന്ത് വരും? ഈ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. 4/8 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാൻ പറ്റും. സോ പൈ ഡി സ്ക്വയർ ഇൻറ്റു ഡി എത്രയാണ്? ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എത്രയാണ്? 6 പൈ. അതിന്റെ നമുക്ക് പയ്യും വെട്ടിക്കളയാം കേട്ടോ. പയ്യും വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇസഡ് പിയുടെ വാല്യൂ എത്ര കിട്ടി? ഡി ക്യൂബ് ബൈ 6ഉം ഇസഡിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? പൈ ഡി ക്യൂബ് ബൈ 32ഉം കിട്ടി. ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതിക്കേ. ഇനി നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാനേ ഉള്ളൂ നമ്മുടെ ഷേപ്പ് ഫാക്ടർ. സോ ഷേപ്പ് ഫാക്ടർ എഴുതിക്കോ. എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇസഡ് പി ഡിവൈഡഡ് ബൈ ഇസഡ് ആണ്. വാല്യൂ നമുക്ക് ക്യൂബ് ഡിവൈഡഡ് ബൈ 6 കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് എഴുതിക്കേ പൈ ഡി ക്യൂബ് ബൈ 32 അല്ലേ? അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എടുത്ത എല്ലാവരും റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തേ. സോൾവ് ചെയ്തേ തന്നെ. എന്നിട്ട് ആൻസർ പറഞ്ഞ എത്രയാ വരുന്നേന്ന്? ഡി ക്യൂബ് ബൈ 6 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂബ് അല്ലേ? തന്നെ സോൾവ് ചെയ്തിട്ട് എത്രയാ വരുന്നേന്ന് നോക്കിക്കേ. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറട്ടോ, എത്രയാ വരുന്നേന്ന് നോക്കിയിട്ട്. ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? ഷേപ്പ് ഫാക്ടറിന്റെ വാല്യൂ ശ്രീലക്ഷ്മി ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്. കിട്ടിയോ? ആ എത്രയാ വന്നേ? 5.33 പൈ. 5 പൈയുടെ വാല്യൂ ഒക്കെ കൊടുത്തോ? ഈ ഡി ക്യൂബും വെട്ടിപ്പോയി. ബാക്കി എന്നാ വന്നേ? 32 ഡിവൈഡഡ് ബൈ 6 പൈ അല്ലേ വരുന്നേ? ഇത്രയും ചെയ്തോ? 6 പൈ ഒക്കെ കൊടുത്തോ? റയോണിന് കിട്ടിയോ? 16 divided by 3 pi. 16 ഡിവൈഡഡ് ബൈ 3. ജസ്റ്റ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത് നിങ്ങൾ പൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തേ. അതായത് കാൽക്കുലേറ്ററിൽ ഫുള്ള് കൊടുക്ക്. 32 ഡിവൈഡ്
32 divided by 6 എത്രയാ വന്നേ? 4 1.69. 1.697. ഓക്കെ, 1 പോയിന്റ് അല്ലേ വരുന്നേ? കാരണം തെറ്റാൻ സാധ്യതയില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. 1.7 കൊടുക്കാവോ? 1.7 റൗണ്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. നിങ്ങൾ പൈ എന്നുള്ളതൊന്നും ഇടരുത്. പൈക്ക് 3.14 22/7 കൊടുത്തോണം. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമുക്ക് ഫൈനൽ ഒറ്റ ഡിജിറ്റ് നമ്പറിലോട്ട് 1 ഡെസിമൽ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ഷേപ്പ് ഫാക്ടറിന്റെ ഫാക്ടർ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. പൈയുടെ ടേംസിലൊന്നും നിങ്ങൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഇത്രയും പോർഷനാണ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്രയും പോർഷൻസ് നാളെ തറവായിട്ട് പഠിക്കട്ടെ. നാളെ തൊട്ട് ഇപ്പൊ പഠിപ്പിച്ചേക്കുന്ന എല്ലാ പോർഷനും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ സർക്കുലറും റെക്ടാങ്കുലറും പറഞ്ഞിട്ടില്ലേ, രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോണം. സർക്കുലറും 5 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ തവണയും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഒന്നല്ലെങ്കിൽ റെക്ടാങ്കുലർ, അല്ലെങ്കിൽ സർക്കുലർ, അല്ലെങ്കിൽ ട്രയാങ്കുലർ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. അപ്പം ഇത്രയും പോർഷൻ പഠിച്ചതിന് കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്താന്ന്, ദെൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്താന്നുള്ളത്, ദെൻ അസംഷൻസ്, ദെൻ ഷേപ്പ് ഫാക്ടർ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ റെക്ടാങ്കുലർ സെക്ഷന്റെ ഡെറിവേഷൻ, സർക്കുലർ സെക്ഷന്റെ ഡെറിവേഷൻ. നമുക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ അതിൻ്റെ അന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നിപ്പോ നോക്കിയിട്ട് അല്ലെ നാളെ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ക്ലാസ്സിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം.